ഈ ഉറക്കം ഒരു വല്ലാത്ത ഉറക്കമായിപ്പോയി. പ്രശസ്തനായ പ്രവാചകൻ യോന ആവണക്കിൻ്റെ ചുവട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. ശരിക്കും അദ്ദേഹം ഉറക്കം നടിച്ചുറങ്ങുന്നതാണ്. തനിക്ക് നിനവേ പട്ടണം നശിച്ചു കാണാനാണ് ഉള്ളിൽ ആഗ്രഹം. അശൂർ സാമ്രാജ്യത്തോടുകൂടെ യഹൂദന്മാർക്ക് വളരെ വിരോധമായിരുന്നു. യോന യഹൂദനായതുകൊണ്ടും ഈ സാമ്രാജ്യ ശക്തി തകർന്നു മാറുന്നത് കാണാൻ കൊതിച്ചിരുന്നത് കൊണ്ടും അശൂർ സാമ്രാജ്യത്തിൻ്റെ ഗവർണറെയോ അവരുടെ നിയമങ്ങളെ കൊന്നും വിധേയപ്പെടുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടും സോദോം ഗോമോറയിൽ ദൈവം തമ്പുരാൻ തീയിറക്കി അത് കത്തിക്കരിഞ്ഞ് ഇന്ന് ചാവുകടലായി മാറിയതുപോലെ ഈ പട്ടണവും ഈ തുറമുഖ പട്ടണമായ അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഈ വാണിജ്യ കേന്ദ്രം, ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ നഗരം കത്തിച്ചാമ്പലായി തീരണം എന്നാണ് യോന ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ ഒരൊറ്റ ദിവസം കൊണ്ട് മുളപ്പിച്ച് തണലേകിയതായ ആവണക്കിൻ്റെ ചുവട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നത്. ദൈവത്തിന് ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ നശിച്ചു പോകുന്നതിൽ വളരെ വേദന തോന്നിയിട്ടാണ് ഈ ദൂത് ആ ജനത്തോട് അറിയിക്കാനായി യോനെ പറഞ്ഞു വിടുന്നത്. പക്ഷേ അദ്ദേഹം റൂട്ട് മാറ്റിപ്പിടിച്ചു. തർസീസിലേക്ക് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ ആഗ്രഹിച്ചു. ദൈവം അതിനൊന്നും വിട്ടില്ല. ദൈവ വഴിവിട്ട് പോയി കഴിഞ്ഞാൽ നിലവിളിക്കേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടി വരും എന്ന് ഇത് യോനയുടെ ചരിത്രം തെളിയിക്കുകയാണ്. മഹാമത്സ്യത്തിൻ്റെ വയറ്റിനകത്തിരുന്ന് 3 രാവും 3 പകലും അയ്യം വിളിച്ചു. ആ നിലവിളി ദൈവം തമ്പുരാൻ കേട്ടു. തന്നെ നിനവേൽ പട്ടണത്തിൽ കൊണ്ടെത്തിച്ചു. ആ നിലവിളി മുഖാന്തരം ദൈവം തമ്പുരാൻ തനിക്ക് തണലേകിയതായ ആവണക്ക് അതിൻ്റെ തണലിൽ സുഖം പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ, തൻ്റെ ദൗത്യം മറന്നുറങ്ങുമ്പോൾ ദൈവം തമ്പുരാൻ ആവണക്കിൽ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കുവാനിടയിൽ തീർന്നു. ഓരോ ഇലയായിട്ട് ഈ പുഴു കടിച്ചിടുമ്പോഴും അദ്ദേഹം ഉറക്കമുണർന്ന് എഴുന്നേറ്റ് ദൗത്യത്തിലേക്ക് പ്രവേശിക്കാതെ വീണ്ടും കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഓരോരോ ഇലകളെയായിട്ട് പുഴു കടിച്ചിടുവാനിടയിൽ തീർന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് വേണമെങ്കിൽ അത് ആ ഒരു ഇല വീണപ്പോൾ തന്നെ പുഴുവിനെ എടുത്ത് മാറ്റാമായിരുന്നു. ബാക്കിയുള്ള ഇലകളുടേതായ തണലിൽ തനിക്ക് വീണ്ടും അവിടെ ഒരു ആശ്വാസം പ്രാപിക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അലസത, അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം, ഉള്ളിലുള്ള വിദ്വേഷം, തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ തണൽ അവിടെ ഓരോന്നോരോന്നായിട്ട് പുഴു കടിച്ചിടുവാനിടയിൽ തീർന്നു. ഇതുപോലെ ജീവിതത്തിൽ അലസത മുഖാന്തരം, ജീവിതത്തിൽ ദൈവത്തോടുള്ള പിണക്കം മുഖാന്തരം, തക്ക സമയത്തിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പിന്മാറ്റം, ഇത് മുഖാന്തരം എത്രയോ അനുഗ്രഹങ്ങളാണ് ശത്രുവായ പിശാച് ജീവിതത്തിൽ പൊഴിപ്പിച്ച് കളയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനും വിദ്വേഷവും പകയും പിണക്കമെല്ലാം മാറി നിഷ്കളങ്കതയോടെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായി ദൈവം ഏത് സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള എല്ലാ കഴിവുകളും അനുഗ്രഹങ്ങളും സംരക്ഷണവും ദൈവം നമുക്ക് തരും. സർവശക്തനായ ദൈവത്തിലേക്ക് സന്ദേശത്താൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാകട്ടെ. ആമേൻ.